രമേശ് ADGP MR അജിത് കുമാറിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങി. ആ ഉത്തരവിൽ തന്നെ ഒരു അസാധാരണ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും കുറ്റപത്രം തയ്യാറാക്കുന്ന മാതൃകയിലുള്ള വാചകങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വിപുലമായൊരു അന്വേഷണമായിരുന്നു അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലേ? അല്ല, ഗവൺമെൻറ് DGPയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനമാണ് ഗവൺമെൻറ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. DGPയുടെ നിർദ്ദേശാനുസരണമാണ് ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കേസ് കൂടി ആ വിഷയത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അണിയറ നീക്കം നടക്കുന്നുണ്ടോ? എനിക്കറിയില്ല. അല്ല, ഈ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ടേ അത്തരമൊരു കേസിന്റെ അനിവാര്യത ഉണ്ടോ? എനിക്കറിയില്ല. പോലീസിനെതിരെ ആരോപണം ഉയർന്ന മറ്റ് കേസുകളുണ്ട്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള കേസുകൾ, അതിൽ നടപടിയായിട്ടില്ല. കുന്നംകുളത്ത് ഒരിക്കൽ ശിക്ഷിച്ചതാണ്. ഇനി ഫർദറായിട്ടൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ശിക്ഷ നടത്തിയതാണ്. പിന്നെ ഫർദർ അന്വേഷണം നടത്തി റിപ്പോർട്ട് കിട്ടട്ടെ, ആലോചിക്കും. നമുക്ക് ഇത്രേ ഉള്ളൂ, ഒരു കാര്യമുള്ളൂ. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വ്യക്തികൾക്കെതിരായിട്ടുള്ളതല്ല. ആ വ്യക്തികൾ കുറ്റം ചെയ്താൽ ഗവൺമെൻറ് ശക്തമായ നടപടി ഉണ്ടാകും. അതാണ് UDF ഗവൺമെൻറ് നയം എന്ന് പറയുന്നത്. തുടർ നടപടികൾ എന്തായിരിക്കും അജിത് കുമാറിന്റെ കേസ്? സസ്പെൻഷൻ നടത്തിയല്ലോ. അല്ല, ഈ കേസ് ഡയറി അടക്കം തിരുത്തുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ മറ്റൊരു കേസ് ഇടുന്നത് സാധ്യമാണോ? ഞാൻ അതിൻ്റെ മെറിറ്റ് ആര് പറഞ്ഞു? നിങ്ങൾ തന്നെ ഈ പറയുന്നിടുന്നു, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, സാധ്യമാണോ? ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അധികാര ദുർവിനിയോഗം നടത്തുകയും വഴിവിട്ട പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി അത് ഗവൺമെൻറ് വെച്ച് ഉറപ്പിക്കില്ല. അതേ എനിക്ക് അതിനെപ്പറ്റി ജനറലായി പറയാം. ADGP ചെയ്തിട്ടുള്ള ഒഫൻസ് എന്താണ് ബോധ്യപ്പെട്ടുള്ളത്? അതുകൊണ്ടാണല്ലോ അന്വേഷണം ഈ പൂരം കലക്കൽ കൂടി നിലനിൽക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടോ? ഇത് കഴിയട്ടെ.